ഖത്തറിൽ അപ്രതീക്ഷിതമായാണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത്. പക്ഷേ ഇന്ത്യ ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖത്തർ അമീനുമായി നരേന്ദ്രമോദി തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളും ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നരേന്ദ്രമോദി ഖത്തറുമായി സംസാരിക്കുമ്പോൾ ഇതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അത് ഒരു ആവശ്യം തന്നെയാണ്. കാരണം ധാരാളം ഇന്ത്യക്കാരുള്ള, പ്രത്യേകിച്ച് മലയാളികൾ ധാരാളമായിട്ടുള്ള ഒരു രാജ്യമാണ്, വികസിച്ച ഒരു രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ ആവശ്യങ്ങൾക്ക് മലയാളി തൊഴിൽ നൈപുണ്യം വളരെ ആവശ്യമുള്ള ഒന്നാണ്. ഇരു കൂട്ടർക്കും പരസ്പരം സഹകരിക്കാവുന്ന ഒരു മേഖലയാണ്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ധാരാളം മിലിറ്ററി ഇൻസ്റ്റലേഷൻസും അതുപോലെ തന്നെ എയർ കമാൻഡ് സിസ്റ്റവും ഒക്കെ വിന്യസിച്ചിരിക്കുന്ന വളരെ തന്ത്രപ്രധാനമായിട്ട് ഒരു സ്ഥലം കൂടിയാണ് അവിടെ. ഖത്തറുമായിട്ട് ഇപ്പോൾ നമുക്കുള്ളത് വളരെ തൃപ്തികരമായിട്ടുള്ള ബന്ധങ്ങളാണ്. മറ്റ് അറബ് രാജ്യങ്ങളെപ്പോലെ ഇല്ലെങ്കിലും വളരെ തൃപ്തികരമായിട്ടുള്ള ബന്ധമാണ്. ഖത്തർ അമീറിനെ സന്ദർശിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ ഈ പ്രാവശ്യം തൻ്റെ സുഹൃത്തായിട്ടുള്ള അമീറിനെ അവിടുന്ന് ബഹുമതികളും ഒക്കെ കിട്ടിയിരുന്നു അതാണ്. പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹം ഖത്തർ അമീറിനെ നേരിട്ട് വിളിച്ചിട്ട്, കാരണം അവിടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുക. ആക്രമണത്തിൽ ഖത്തറിൽ ഉണ്ടായിരുന്നവർ, നാട്ടുകാരായ ഒരാൾ, അതുപോലെ തന്നെ 5 ഹമാസ് ഭീകരവാദികൾ എന്ന് സംശയിക്കുന്നവർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും സംഭവിക്കാത്ത ഒരു രാജ്യമാണ് ഖത്തർ. അപൂർവമായിട്ടേ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. പണ്ടൊരിക്കൽ ഇറാൻ മിസൈൽ അയച്ചത് അമേരിക്കയുടെ അവിടുത്തെ പ്രതിരോധ തന്ത്രാലയത്തിന് നേരെയായിരുന്നു, ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തിയത്. പക്ഷേ ഈ പ്രാവശ്യം അത് നേരെ ദോഹയ്ക്കടുത്ത് ഖതാരിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഹമാസിൻ്റെ ഒരു യോഗം കൂടിയ കൃത്യമായ മുറിയിലേക്ക് തന്നെ ഷാർപ്പായിട്ട് ചെന്ന് പതിക്കുകയും, താഴെ പെട്രോൾ ബങ്ക് ഉണ്ടായിരുന്നു, അത് കത്തിയെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വലിയ സാരമായിട്ടുള്ള പരിക്കോ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയോ നാട്ടുകാർക്കാർക്കും ഉണ്ടായിട്ടില്ല. മലയാളികൾ സുരക്ഷിതരുമാണ്. ഇപ്പോൾ സാഹചര്യം സുരക്ഷിതമാണെന്നാണ് ഖത്തർ അമീർ പറയുന്നത്. അപ്പോൾ എല്ലാം നല്ലതും ഭദ്രവും തന്നെ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഖത്തർ അറിയാതെയൊന്നുമല്ല ഈ ആക്രമണം നടത്തിയിട്ടുള്ള. ഖത്തറിൻ്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ നടത്തുകയില്ല. അമേരിക്ക ആക്രമണം നടത്തി 10 മിനിറ്റിന് ശേഷമാണ് തങ്ങൾ അറിഞ്ഞതെന്നാണ് ഖത്തർ പറയുന്നത്. തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടെന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റൂ. കാരണം അമേരിക്കയെ ഇത് അറിയിച്ചിരുന്നു. അമേരിക്കയെ അറിയിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ആ ഇൻ്റലിജൻസ് ഖത്തറിന് പാസ് ചെയ്തിരിക്കാനാണ് സാധ്യത കാണുന്നത്. ഒരുപക്ഷെ അമീറിനത് കിട്ടിക്കാണില്ലെങ്കിലും അവിടുത്തെ അവരുടെ സൈനിക മേധാവി ഉണ്ടാകുമല്ലോ, ഖത്തറിലെ മേധാവി, അദ്ദേഹത്തെ തീർച്ചയായിട്ടും അറിയിച്ചു കാണും. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ്റെ ചെറിയ ഗ്യാപ്പ്, അതായത് ഡിലേ വന്നിട്ടുണ്ടാകാം. എങ്കിലും ഇതൊക്കെ മുൻകൂട്ടി തന്നെ ഇൻ്റലിജൻസ് ഇൻപുട്സും ഒക്കെ അതെല്ലാം പറയുകയില്ല. നേരിട്ട് ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നത് മാത്രമേ അറിയുകയുള്ളൂ. ഇൻ്റലിജൻസ് ഇൻപുട്സും ഒക്കെ കിട്ടിക്കാണും. അപ്പോൾ അങ്ങനെയെങ്കിൽ അത്രയും നല്ലത്, ഈ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടട്ടെ എന്ന് ഖത്തറും വിചാരിച്ച് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വലിയൊരു തലവേദനയായിട്ട് വന്നിരിക്കുകയാണ്. അവിടെ യുദ്ധം ഗാസയിൽ രൂക്ഷമാവുകയാണ്. ഖത്തർ സഹായമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ്. മധ്യസ്ഥത എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാകുന്നില്ല. ഇസ്രായേൽ ഉറച്ചു തന്നെയാണ്. ഖത്തറിലുള്ള മധ്യസ്ഥ ചർച്ചകളെന്നുമൊക്കെ പറഞ്ഞ് ആ നാട്യത്തിൽ അവിടെ സുഖമായിട്ട് ആഡംബര ജീവിതം നയിക്കുന്ന ആൾക്കാരെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഖത്തറിൽ കഴിഞ്ഞുകൂടുന്ന ഈ ഹമാസ് തീവ്രവാദികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് വിത്ത് ദി ഡോഗ് ആൻഡ് റണ്ണിങ് വിത്ത് ദി ഹെയർ എന്ന് ഇംഗ്ലീഷിൽ വളരെ പേരുകേട്ട ഒരു ചൊല്ലുണ്ട്, പുകൾപെറ്റ ഒരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നായോടൊപ്പം വേട്ടയാടുക, എന്നിട്ട് മുയലിനോടൊപ്പം പേടിച്ചോടുക. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യസ്ഥ ചർച്ചയാണെന്നും പറഞ്ഞ് ഈ ഖത്തറിലെ അല്ല ഹമാസ് ഭീകരവാദികളെയൊക്കെ ഖത്തർ സംരക്ഷിച്ചു പോരുകയാണ്. അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന അൽ ജസീറ ചാനൽ ആസ്ഥാനം അവിടെയാണ്. എല്ലാവിധ സഹായങ്ങളും കൊടുക്കുന്നുണ്ട്. അൽ ജസീറയ്ക്ക് ആസ്ഥാനം അവിടെ കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം ഖത്തറുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതാണ്. പക്ഷേ എന്നിട്ടും ഖത്തറിനൊന്നും സംഭവിച്ചില്ല. എന്താ കാര്യം? അമേരിക്കയുടെ ഇൻസ്റ്റലേഷൻസ് എല്ലാം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഓയിൽ എന്ന് പറയുന്ന സമ്പത്ത് ധാരാളം ഉള്ള അനുഗ്രഹീതമായ ഒരു രാജ്യമാണ് ഖത്തർ. അത് സ്വാശ്രയത്വം. ഇന്ത്യയിലെ ഇടപെടൽ എന്താണ്? ഈ രണ്ട് രാജ്യങ്ങളും ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിനെയും പിണക്കാൻ കഴിയില്ല, ഖത്തറിനെയും പിണക്കാൻ കഴിയില്ല. പക്ഷെ മോദി സംസാരിച്ചിരിക്കുന്നത് ഖത്തറുമായാണ്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. കാരണം ഇന്ത്യയുടെ ഇൻട്രസ്റ്റ്
അവിടെയും അതാണ് പാർക്ക് ചെയ്തത്. എന്തുകൊണ്ട് ഈ ഖത്തർ പോലെ കേരളത്തിൻ്റെ തൃശ്ശൂർ ജില്ലയുടെ അത്രയും പോലും ഇല്ലാത്ത ഒരു രാജ്യം ഇങ്ങനെ അപകടത്തിൽപ്പെടുമ്പോൾ വലിയ ചർച്ചകളുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായത്. ഇതാണ് ഫോക്ക്ലാൻഡ് ഐലൻഡ്സ് എന്നും പറഞ്ഞ തെക്കേ അമേരിക്കയുടെ തീരത്തോടെ ഒരു ദ്വീപ് ബ്രിട്ടീഷ് സൈന്യം ചെന്ന് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു പോകുന്നു. ആരെങ്കിലും ഒരു അക്ഷരം വേണ്ടിയോ? ഫിജിയിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, മനുഷ്യ അവകാശ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തെല്ലാം നടക്കുന്നുണ്ട്, ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇങ്ങ് ബംഗ്ലാദേശിൽ അട്ടിമറി നടന്ന് അവിടുത്തെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിക്ക് പലായനം ചെയ്യേണ്ടി വന്നില്ലേ? ആരെങ്കിലും പറഞ്ഞോ? പോട്ടെ, നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ കൊന്നില്ലേ, ചുട്ടുകൊന്നു, ബ്രൂണോയെ ചുട്ടുകൊല്ലുന്ന പോലെ. അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, KP ശർമ്മ ഒലി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ. ആയിക്കോട്ടെ, ഒരു മനുഷ്യനല്ലേ, അദ്ദേഹത്തിന് പലായനം ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഖത്തർ ഹമാസിൻ്റെ കുറേ ഭീകരവാദികളെ കൊന്നു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ എന്താ ഇളകുന്നത്? കാരണം നേപ്പാൾ പോലൊരു ദരിദ്ര രാജ്യമല്ല ഖത്തർ. എണ്ണപ്പണം കൊണ്ട് ഇഷ്ടം പോലെ എണ്ണപ്പണം, അതാണ് താല്പര്യം. അമേരിക്കയുടെ താല്പര്യവും അത് തന്നെ, ഇന്ത്യയുടെ താല്പര്യവും അത് തന്നെയാണ്. അതിനും അപ്പുറം താല്പര്യം ഇസ്രായേലിനോടുണ്ട്. ഇപ്പോൾ അമേരിക്ക എന്താ പ്രകടിപ്പിച്ചത്? അത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. അതൃപ്തി അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് അതൃപ്തി അറിയിച്ചു. വാസ്തവത്തിൽ ഈ അതൃപ്തി എന്തിനാണെന്നറിയാം? അവർ ഉദ്ദേശിച്ച ഒരു ഭീകരവാദിയുണ്ട്, ഇപ്പോഴത്തെ കമാൻഡർ ഇൻ ചാർജ് ആയിട്ടിരിക്കുന്നത് ഖലീൽ ഹലയ്യ. അദ്ദേഹത്തിൻ്റെ പേര് ഖലീൽ. ഇതൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന പേരുകളല്ല. ഖലീൽ ഹലയ്യ എന്ന് പറയുന്നത് അറബ് പേരുകളാണ്. ആ പേരിലുള്ള ആളിനെ ലക്ഷ്യം വെച്ചായിരുന്നു വിട്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് അൽ ജസീറയും ഖത്തർ ഗവൺമെൻറ്റും പറയുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഹമ്മാമും മാത്രമാണ് കൊല്ലപ്പെട്ടത്. ഇവനെ കൂടി കൊല്ലേണ്ടതായിരുന്നു, എങ്കിൽ എനിക്ക് തൃപ്തിയായി. ഇനിയൊന്നായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പൊരുൾ. പക്ഷേ ഇന്ത്യ അപലപിച്ചതിന്, ഇന്ത്യ അതൃപ്തി പ്രകടിപ്പിക്കുകയല്ല ചെയ്ത്, ഇന്ത്യ അപലപിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു പരമാധികാര രാഷ്ട്രത്തിന് നേരെ നടത്തുന്ന ഈ ആക്രമണം ശരിയല്ല എന്നുള്ളതാണ് ഇന്ത്യ പറഞ്ഞത്. കാര്യം എന്താ? ഇന്ത്യക്ക് അവിടുന്ന് എണ്ണ വാങ്ങിക്കണം. അധികാരിയുമായി സംസാരിച്ചിട്ടുണ്ട് മോദി, അമീറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അമീർ മോദിയെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പരമോന്നത പുരസ്കാരമൊക്കെ കൊടുക്കുകയും അവിടെ പോയി സന്ദർശനം നടത്തി അവരുമായിട്ടുള്ള മഞ്ഞെല്ലാം ഉരുകിയതാണ്. അവരുമായിട്ട് നമുക്കൊരു പ്രശ്നമില്ല. അൽ ജസീറ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്കെന്താ, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധങ്ങൾ, അറബ് രാജ്യങ്ങളെല്ലാമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാത്തു സൂക്ഷിച്ചു പോരുകയാണ്. നമ്മുടെ മാലിദ്വീപുമായിട്ടുള്ള പ്രശ്നം പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇന്നുവരെ അവരുമായിട്ട് ഉണ്ടായിട്ടുമില്ല. ബന്ധങ്ങൾ പിന്നെ എണ്ണയുടെ വാങ്ങലിൻ്റെ താല്പര്യം മാത്രമല്ല, അതിനപ്പുറം ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം തൊഴിലാളികൾ അവിടെയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ താല്പര്യം കൂടി, പോസ്റ്റൽ ഇക്കോണമി, അതും കൂടി, പോസ്റ്റൽ റെമിറ്റൻസ്, അതും കൂടി നമ്മൾ നമുക്ക് വളരെ പ്രധാനം. തന്നെയല്ല, രൂപ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ വ്യാപകമാക്കാനുള്ള ശ്രമത്തിലാണ്. പല രാജ്യങ്ങളിലും ആയിക്കഴിഞ്ഞു. ആ രീതി റുപ്പിയ കാർഡ് വെച്ച് പൈസ എടുക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് അവിടെ പല രാജ്യങ്ങളും വന്നിട്ടുണ്ട്. ആ സ്ഥിതിയിലേക്ക് ഖത്തറിനെയും കൊണ്ടുവന്നാൽ ധനപരമായിട്ട് ഇന്ത്യയുടെ താല്പര്യത്തിന് അനുകൂലമായിരിക്കും അങ്ങനെ ഒരു കാലാവസ്ഥ. അല്ല, ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ശബ്ദം മാനിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യ എന്തു പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതേസമയം ഇസ്രായേൽ ഇങ്ങനെ പ്രതിഷേധിച്ചതിന് ഇന്ത്യയോട് പ്രതിഷേധിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ മന്ത്രി വരികയാണ്, ഇന്ത്യയിൽ ഒരു കരാർ ഒപ്പിടാൻ വേണ്ടി വരികയാണ്. അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളും, വേണ്ടാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ നിഷേധവുമല്ല, മറിച്ചൊരു മര്യാദ, അതുമാത്രമാണ്. ട്രംപിൻ്റെ ഒരു തന്ത്രമാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു മര്യാദ, അയൽക്കാരനോട് കാണിക്കുന്ന ഒരു അയൽ സ്നേഹം അല്ലെങ്കിൽ ഒരു അയൽ മര്യാദ, അതാണ് കാണിച്ചത്. അതിനപ്പുറത്തേക്ക് വൈകാരികമായിട്ടൊന്നും പ്രതികരിക്കാനൊന്നും മോദി പോയിട്ടുമില്ല എന്നുള്ളത് വളരെ ശ്രദ്ധാർഹമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.